ഞാൻ കുറച്ചു ദിവസമായി ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുക. അല്ല, ഇനി സണിച്ചും തിരിച്ചു പോകുന്നില്ല? അയ്യോ, എന്തുപറ്റി? അല്ല, ഞാൻ വെറുതെ. ഇത്രയും നാൾ നാട്ടുകാർ മാത്രമേ ചോദിച്ചുള്ളൂ. ഇപ്പൊ അവളും ചോദിച്ചു തുടങ്ങി. ഞാനെന്നാ മടങ്ങിപ്പോകുന്നു. അങ്ങനെ കുഴപ്പമാണ്. അവൾ ഈ അടുത്ത കാലത്ത് ഇടുന്ന ഡ്രസ്സുകൾ വക്കീൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതിനെന്താ കുഴപ്പം? നല്ലതല്ലേ? നല്ലത്. സീ ത്രൂ ആണ്, സീ ത്രൂ. ഓരോരുത്തന്മാരുടെ നോട്ടവും ഭാവമൊക്കെ കാണുമ്പോൾ എന്റെ തൊലി ഉരിഞ്ഞു പോവാണ്. കാണാത്തത് കാണുമ്പോഴല്ലേ ഓരോരുത്തർക്ക് വേണ്ടാത്തതൊക്കെ തോന്നുന്നേ. ക്ലാരയല്ലേ അത്? ഹായ്, എല്ലാരും ഉണ്ടല്ലോ. പുതിയ വാച്ചാണല്ലോ, അടിപൊളിയായിട്ടുണ്ട്. പാർട്ടി വേണം. പിന്നെന്താ? ഈ ഇവന്മാരെയാണ് അന്ന് ഞാൻ വീട്ടിൽ വെച്ച് കണ്ടത്. ഞാൻ ക്ലാരയായിട്ടൊന്ന് സംസാരിച്ചല്ലോ. ഒരു വക്കീലായിട്ടല്ല, ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ. തനിക്ക് വേറെ തൊഴിലൊന്നുമില്ലേ? ഇവൾ ഒരിക്കലും ശരിയാകത്തില്ല. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയ കിടക്കുവോ? എന്റെ അപ്പൻ അന്നേ പറഞ്ഞതായിരുന്നു. വടക്കു നോക്കി കേന്ദ്രത്തിലെ ശ്രീനിവാസന്റെ അവസ്ഥയല്ലോ എനിക്ക്. ആ വണ്ടി വിട്. ആ സണ്ണി. അതെ, ഞാൻ പള്ളിയിലാ. പള്ളിയിലോ? ദേ എന്റെ സഹധർമ്മിണി, അവൾ വീണ്ടും കുമ്പസാരിക്കാൻ കയറിയിരിക്കുക. ആ കത്തനാരെ മിക്കവാറും ഹിപ്നോട്ടിസ് ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണ്ടവർ വരുന്നു, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. സണ്ണി ഇനി തിരികെ പോകുന്നില്ലേ? ഓഹോ, അപ്പൊ എന്റെ മടക്കയാത്രയെ കുറിച്ചാണ് ഇവള് കുമ്പസാരിച്ചത്. ഞാൻ ചോദിച്ചതിന് സണ്ണി മറുപടി പറഞ്ഞില്ല. സണ്ണി പ്രവാസം നിർത്തിയാണോ ഇങ്ങി പോകുന്നത്? എല്ലാവർക്കും ഞാനൊരു ബുദ്ധിമുട്ടായി മാറിയല്ലേ അച്ചോ. അധികം താമസിക്കാതെ പോയേക്കാം. പോകുന്നതിന് മുമ്പ് സണ്ണി എനിക്കൊന്ന് കാണണം കേട്ടോ. ഹായ് ക്ലാര, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. പിന്നെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ എങ്ങനെ നടക്കുന്നു? പ്രോഗ്രാം കലക്കണം, എല്ലാരും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ക്ലാരയുടെ ഡാൻസോ? അതിന് ക്ലാരയ്ക്ക് ഡാൻസ് അറിയാമോ? ബെസ്റ്റ്. കോളേജിലെ സ്റ്റാർ ആയിരുന്നു, കലാതിലകം. ഓ, അതൊക്കെ ഒരു കാലഘട്ടമായിരുന്നു അല്ലേ ക്ലാര? അല്ല, ഇതാരാ? മനോജ്, ഇതെന്റെ ഹസ്ബൻഡാ, സണ്ണിച്ചായൻ. സണ്ണിച്ചായൻ? ഓ, നമ്മുടെ പ്രവാസി. ഗ്രൂപ്പിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹായ്, ഐ എം മനോജ്. ഞങ്ങള് ക്ലാസ്മേറ്റ്സ്. ഇതെന്റെ വൈഫ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്? വാട്സ്ആപ്പ് ഗ്രൂപ്പ്. വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് ഹസിനോട് പറഞ്ഞിട്ടില്ലേ ക്ലാരെ? അത് ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചിറക്കിയ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയായിരുന്നു. അതാ പറഞ്ഞു മനോജ്. ലവ് ആൻഡ് ലൈഫ്, അതാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പേര്. എങ്ങനെയുണ്ട് പേര്? ലവ് ആൻഡ് ലൈഫ്. വാട്ട് എ റൊമാൻറ്റിക് നെയിം. എക്സാക്ട്ലി. ക്ലാര നന്നായിട്ട് പാടുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ജാക്സനുമായിട്ട് ഒരു ഡ്യുവറ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഗ്രൂപ്പിൽ അതിനെ കുറിച്ച് ചർച്ച ഉണ്ടായിരുന്നല്ലോ, അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. ബിസി ആയിരുന്നോ? കുഴപ്പമില്ല, പരിചയപ്പെട്ടതിൽ വലിയ സന്തോഷം കേട്ടോ. നമുക്ക് കാണാം. അപ്പൊ ക്ലാര രാത്രി ഗ്രൂപ്പിൽ വരണം, അഭിപ്രായം പറയണം. അച്ചോ, ഈ ചോമിശേക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതി ചൊല്ലേ, ഇല്ലെങ്കിൽ അച്ഛൻ പിണങ്ങും. അതെ, ഞാനോ ഒരു കലാകാരിയാണോ സണ്ണി ഇത്രയും നാൾ കൂട്ടിലടച്ചത്? എന്റെ വീട്ടിലൊന്നും ഇവള് കിടക്കത്തില്ല അച്ചോ. അച്ഛനോ? അലക്സ്, വാ. താനിവിടെ ഉണ്ടായിരുന്നോ? എന്താ ക്ലാരയെ ഡൈവോഴ്സ് ചെയ്യാനുള്ള വല്ല പരിപാടിയും ഉണ്ടോ? അച്ഛനെന്തേ ഇങ്ങനെ സംസാരിക്കുന്നേ? അല്ല, ഇയാളുടെ അടുത്ത് വരുന്ന എല്ലാം ഡൈവോഴ്സ് കേസുകളാണല്ലോ. അതൊരു ചുമ്മാ തമാശക്ക് ചോദിച്ചത്. ഇരിക്കെ. പിന്നെ സണ്ണിയെ ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു. ഇവിടെ കണ്ടത് നന്നായി. ഇനിയിപ്പോൾ അങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അനാഥ മന്ദിരത്തിന്റെ പണിക്ക് രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് നല്ലൊരു തുക സംഭാവനയായി പള്ളി കമ്മിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട്. അച്ഛോ, എനിക്കിത്തിരി സാവകാശം തരണം. പുതിയ ജഡ്ജി സ്ത്രീ ആയതുകൊണ്ട് ഡിവോഴ്സ് കേസൊന്നും പെട്ടെന്ന് വിധിയാവുന്നില്ല. അത് കാരണം പല കക്ഷികളുടെ ഫീസ് പെൻഡിങ്ങാ. ഞങ്ങൾ പുരോഹിതന്മാർ മിന്നുകെട്ട് നടത്തി കൊടുക്കുമ്പോൾ അവസാനം പറയുന്നൊരു വാക്യമുണ്ട്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്ന്. ആ പണിയല്ലേ താൻ ചെയ്യുന്നത്? എങ്കിൽ അച്ഛൻ്റെ ഒരു കാര്യം ചെയ്യും. അനാഥ മന്ദിരത്തിന് സംഭാവന പ്രതീക്ഷിക്കുന്ന ലിസ്റ്റിൽ നിന്ന് എന്റെ പേരങ്ങനെ വെട്ടിയേരി പ്രശ്നം തീരുമല്ല. കർത്താവ് കോപിക്കത്തില്ല. ഓ, അത് നടക്കത്തില്ല. പേര് വെട്ടുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ മറ്റൊരു വിശേഷം കൂടെ ഉണ്ട്. പള്ളി പണിതതിന്റെ വാർഷികം അടുത്തിരിക്കുക.
ആ ഗംഭീര കലാപരിപാടികൾ വേണമെന്നാണ് യുവതലമുറ ആവശ്യപ്പെടുന്നത്. സ്റ്റേജ് പരിപാടി സണ്ണി സ്പോൺസർ ചെയ്യണം. ഞാൻ ക്ലാരയോടും പറഞ്ഞിട്ടുണ്ട്. എന്താ അച്ചു, വല്ല ബോംബുവാണോ? ആ ഒരു കുഴി ബോംബാ. സംഗതി ഇത്തിരി കുഴഞ്ഞ കേസാ. നമ്മുടെ സൗദിക്കാരൻ ജോയിയുടെ ഭാര്യ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വന്നതിനോടൊപ്പം ഒളിച്ചോടി. സംഭവം അറിഞ്ഞ് ജോയി സൗദിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവനായി വിളിച്ചോണ്ടിരിക്കുന്നത്. എല്ലാത്തിനും കാരണം ഇപ്പോഴത്തെ ഈ ഫോണാണ്. വാട്സാപ്പ്, ഫേസ്ബുക്ക്, കാലത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നും കർത്താവിന് പോലും ഒന്നും അറിയാൻ പറ്റും. ഓ, എങ്കിൽ പിന്നെ ഞാൻ ജോയിയെ പോയി കണ്ട് ആശ്വസിപ്പിക്കട്ടെ. പിന്നെ സംഭാവനയുടെ കാര്യം മറക്കണ്ട. അച്ഛനത്ര പുണ്യാളനാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അന്വേഷണത്തിൽ ഈ ഇടവകയിലെ ഇഷ്യൂസ് ഉള്ള മിക്കവാറും കുടുംബങ്ങളിലെ സ്ത്രീകൾ ഇങ്ങേരുടെ കുഞ്ഞാടുകളാണ്. വന്ന് വന്ന് നിനക്ക് അച്ഛനെയും സംശയമാ? എടോ വക്കീലേ, ഈ കേട്ട രഹസ്യങ്ങൾ അപ്പോഴേ അങ്ങ് മറന്നുകളെന്ന് പറയുന്നതൊന്നും എനിക്കത്ര വിശ്വാസമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ കുമ്പസാരം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കണം. ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ മെസ്സേജ് ഡിപ്പോസിറ്റ് ചെയ്യാനും റിട്രീവ് ചെയ്യാനും ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ എന്നെ പോലൊക്കെ സമാധാനമായിട്ടിരിക്കുക. ഇതിപ്പോ അച്ഛൻ ആരുടെ മുഖത്ത് നോക്കിയാൽ എല്ലാ രഹസ്യങ്ങളും കാണാപ്പാടാ. സംഭവം വെരി ഈസി. ബെസ്റ്റ് നടന്നത് തന്നെ. ജാക്ക് ആരാണ് ഇവൻ? ഓ, ജാക്സൺ ഫ്രം ഡുയറ്റ് സോങ്. ഹലോ, ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞല്ലേ? സണ്ണിച്ചാൻ എന്തോ സംശയമുണ്ട്. അതേന്നെ. ഇല്ല, എന്നോടൊന്നും ചോദിച്ചൊന്നുമില്ല. എന്നാണ് പോകുന്നതെന്നും അറിയില്ല. നാട്ടിൽ വന്ന സാധാരണ ഇത്ര ദിവസം നിൽക്കാറില്ല. ഇല്ല, തിരിച്ചു പോവും. മീറ്റ് ചെയ്യാം. നമുക്കേ അന്ന് തന്നെ മീറ്റ് ചെയ്യാം. വേണ്ട വേണ്ട, ഇങ്ങോട്ട് വന്നാൽ മതി. അതാവുമ്പോ എനിക്കും സൗകര്യമാവും. ഞാൻ വെക്കട്ടെ. ബൈ. ആ പറഞ്ഞു വച്ചു. പോയി കേട്ടോ. താൻ FB ഒന്ന് നോക്കിയേ. ഞാൻ ജോയ്, കളരിക്കൽ ജോയ്. ഈ വീഡിയോ നിങ്ങളുടെ കൈകളിലെത്തുമ്പോഴേക്കും ചതിയും വഞ്ചനയും നിറഞ്ഞ ഈ ലോകത്ത് ഞാൻ ഉണ്ടാവില്ല. അതിന്റെ കാരണം നിങ്ങൾ അറിയണം. സൗദിയിലെ പൊരി വെയിലത്ത് കിടന്ന് വെറും കുബൂസും പച്ചവെള്ളവും കുടിച്ച് ഞാൻ സമ്പാദിച്ചത് മുഴുവൻ ഭാര്യ ഡേസിഡവർക്ക് അയച്ചു കൊടുത്തു. അവളും മോളുമായിരുന്നു എൻ്റെ ലോകം. എൻ്റെ പണം കൊണ്ട് അവൾ അവളുടെ പേരിൽ വീട് സ്ഥലവും വാങ്ങി. കാറ് വേണമെന്ന് അവൾ പറഞ്ഞപ്പോൾ അത് ഞാൻ വാങ്ങിക്കൊടുത്തു. അവളുടെ സന്തോഷമായിരുന്നു എൻ്റെ സന്തോഷം. പക്ഷേ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വന്നവനൊപ്പം അവൾ പോയി. എൻ്റെ മോളെയും കൊണ്ട്. മോളെ മാത്രം എനിക്ക് തിരിച്ചെന്നാൽ മതിയായിരുന്നു. എൻ്റെ മോളെ ഒന്ന് കാണാൻ പോലും എനിക്ക് അനുവാദമില്ല. അതെനിക്ക് സഹിക്കാൻ കഴിയണില്ല. എൻ്റെ അവസ്ഥ ഒരു പ്രവാസിക്കും വരാതിരിക്കട്ടെ. ആത്മഹത്യ ഭീരുക്കൾക്കുള്ളതാണെന്ന് പറയാറ്. ഞാനൊരു ഭീരുവാ. ജീവിതത്തിൽ തോറ്റുപോയ ഭീരു.